ഓസ്ട്രേലിയക്ക് എൻക്ലെക്സ് അല്ലെങ്കിൽ ഓസ്കി ഇല്ലാതെ പോകാമെന്നുള്ള ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. 2025 ഈ വർഷം ഏപ്രിൽ മുതലാണ് ഈ പുതിയ അപ്ഡേറ്റ് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ രജിസ്ട്രേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ആഫ്ര കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പാത്ത് വേണമുള്ളത്. ഏതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നും അതിന് ആർക്കൊക്കെയാണ് ഈ സർവീസ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ പാത്ത് വേയാണ് ആഫ്ര അപ്രൂവ്ഡ് കൺട്രീസിലാണ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയതെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK, അയർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, സിംഗപ്പൂർ, സ്പെയിൻ എന്നീ പറയുന്ന രാജ്യങ്ങളാണ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയതെങ്കിൽ പുതിയ പ്രോസസ്സ് അനുസരിച്ച് 9 തൊട്ട് 12 മാസം വരെ എടുത്തിരുന്ന ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ പ്രോസസ്സ് ഇപ്പോൾ 1 മാസം മുതൽ 6 മാസം വരെ എടുക്കുന്നുള്ളൂ. വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ പാത്വേക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമായിട്ട് പറയുന്നത് 2017 ശേഷം 1800 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് അവേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ എലിജിബിലിറ്റി അവർ പറയുന്നത് ആഫ്രയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പാത്വേയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് ഗുണമുള്ള മൈഗ്രേഷൻ പാത്വേ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് രജിസ്ട്രേഷൻ ടു ഓസ്ട്രേലിയ വിത്തൗട്ട് എൻക്ലെക്സ് ആൻഡ് ഓസ്കി. ഈ പാത്വേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുമ്പ് പറഞ്ഞ ആഫ്ര അപ്രൂവ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഏതിലെങ്കിലും നേഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് എലിജിബിളാണ്. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2017 ശേഷം 1800 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ഹവേഴ്സ് ഉണ്ടായിരിക്കണം. ഈ പാത്വേയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിന് എൻക്ലെക്സോ ഓസ്കിയോ ഇല്ലാതെ ഓസ്ട്രേലിയക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ വെറും 6 മാസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഇതിന് നിർബന്ധമായി വേണ്ട രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ് നോക്കാം. ഒന്ന്, ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് നേഴ്സിംഗ് കെയർ ഉറപ്പുവരുത്താനായി ആപ്ലിക്കൻസ് ആഫ്ര രജിസ്ട്രേഷൻ്റെ എല്ലാ മാൻഡറ്ററി റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിരിക്കണം. 2, ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് നിർബന്ധമാണ്. 3, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആയ OET, IELTS അല്ലെങ്കിൽ PT അക്കാഡമിക് ഇതിലേതെങ്കിലും പാസ്സായിരിക്കണം. 4, മിനിമം പ്രാക്ടീസ് ഹവേഴ്സ് 1800 മണിക്കൂർ നിർബന്ധമാണ്. 5, കണ്ടിന്യൂം പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് CPD നിർബന്ധമാണ്. 6, പ്രൊഫഷണൽ ഇൻഡെമിനിറ്റി ഇൻഷുറൻസ് PII നിർബന്ധമാണ്. അപ്പോൾ നേഴ്സുമാർക്ക് ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. കാരണം 2025 ഈ ആഫ്ര അപ്ഡേറ്റ് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് പല ബെനിഫിറ്റുകളാണ് കൊടുക്കുന്നത്. ഫാസ്റ്റർ രജിസ്ട്രേഷനും ലോവർ കോസ്റ്റ്സും അതുപോലെ മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നോ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ഈസ് നീഡഡ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ പോകാൻ ആഗ്രഹിക്കുന്ന നേഴ്സിനായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.